Maclaurin സീരീസുമായി ബന്ധപ്പെട്ട ഒരു പുതിയ പ്രോബ്ലമാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. Problem: show that if y is equal to sine of m sin inverse x, then 1 minus x square into d square y by dx square minus x dy by dx plus m square y is equal to 0. Also expand sin m theta in powers of sin theta. അതായത് നമുക്ക് ചെയ്യേണ്ടത് രണ്ട് പാർട്ടാണ്. y is equal to sin m sin inverse x എന്ന് പറയുന്ന ഈ എക്സ്പ്രഷൻ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു. അതായത് അതിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുക, 1 മൈനസ് എക്സ് സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുക, എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, y യെ എം സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ഈ എക്സ്പ്രഷന്റെ ഫോമിൽ എഴുതി ചെയ്യുമ്പോൾ ആൻസർ 0 കിട്ടണം. രണ്ടാമത്തെ ഭാഗം കുറച്ചുകൂടി എളുപ്പമാണ്. ഇത് വെച്ചിട്ട് സൈൻ എം തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അതായത് ഈ സൈൻ ഇൻവേഴ്സ് എക്സ്, അകത്തെ സൈൻ ഇൻവേഴ്സ് എക്സിന് തീറ്റ എന്ന് കൊടുത്താൽ സൈൻ എം തീറ്റ എന്ന് ചെയ്യാം. അപ്പൊ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ മക്ലോറിൻ സീരീസ് വെച്ചുള്ള എക്സ്പാൻഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. സോ y is equal to sin m sin inverse x എന്ന് കൊടുക്കുക. മക്ലോറിൻ സീരീസ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കണം അറ്റ് 0. ഞാൻ ഫസ്റ്റ് ഡെറിവേറ്റീവിനെ y1 എന്നാണ് കൊടുക്കുന്നത്. സിംബോളിക് കൺവീനിയൻസിന് വേണ്ടിയാണ്, നമ്മുടെ കൺവീനിയൻസിന് വേണ്ടി ഇങ്ങനെ കൊടുത്തതേ ഉള്ളൂ. സോ y1 ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ സൈൻ്റെ ഡെറിവേറ്റീവ് cos ഓഫ് m sin inverse x ടൈംസ് ഡെറിവേറ്റീവ് ഓഫ് m sin inverse x. m sin inverse x ന്റെ ഡെറിവേറ്റീവ് m ഡിവൈഡഡ് ബൈ √1 മൈനസ് എക്സ് സ്ക്വയർ. സോ cos ഓഫ് m sin inverse x ഇൻറ്റു m ഡിവൈഡഡ് ബൈ √1 മൈനസ് എക്സ് സ്ക്വയർ. ഈ √1 മൈനസ് എക്സ് സ്ക്വയറിനെ പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ y1 ഇൻറ്റു √1 മൈനസ് എക്സ് സ്ക്വയർ is equal to m cos of m sin inverse x എന്ന് കിട്ടും. ഇനി നമ്മൾ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നു. കോസ് തീറ്റയെ √1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് എഴുതാൻ പറ്റും. സോ കോസ് എം സൈൻ ഇൻവേഴ്സ് എക്സിനെ √1 മൈനസ് സൈൻ സ്ക്വയർ എം സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് എഴുതാൻ പറ്റും. സൈൻ ഓഫ് എം സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് വെച്ചാൽ y ആണ്. സോ ഇത് √1 മൈനസ് വൈ സ്ക്വയർ എന്നാവും. അതാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ y1നെ വൈയുടെ ടേംസിൽ എഴുതാനാണ് ശ്രമിക്കുന്നത്. സോ ഇത് ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരുമ്പോൾ y1 ഇൻറ്റു √1 മൈനസ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു m ഇൻറ്റു √1 മൈനസ് വൈ സ്ക്വയർ എന്ന് കിട്ടും. ഇപ്പൊ കുറച്ചുകൂടെ സിമ്പിൾ ആയ എക്സ്പ്രഷൻ ആയി. ഇതിനെ സ്ക്വയർ ചെയ്യുക. നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത കണക്കിന്റെ അത് ചെയ്ത് കൂട്ട് തന്നെ സ്ക്വയർ ചെയ്യുക. കുറച്ചുകൂടെ സിമ്പിൾ എക്സ്പ്രഷൻ കിട്ടാൻ വേണ്ടിയാണ്. സോ y1 സ്ക്വയർ ഇൻറ്റു √1 മൈനസ് എക്സ് സ്ക്വയറിന്റെ സ്ക്വയർ 1 മൈനസ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു m സ്ക്വയർ ഇൻറ്റു 1 മൈനസ് വൈ സ്ക്വയർ. ഇതിന്റെ അകത്ത് എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുത്താൽ y1 ന്റെ വാല്യൂ കിട്ടും. ഈ y1 എന്ന് വെച്ചാൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്നാണ് മീൻ ചെയ്യുന്നത്. സോ y1 കണ്ടുപിടിച്ചു. അടുത്തതായിട്ട് ആ എക്സ്പ്രഷനെ വീണ്ടും നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ആദ്യം y1 സ്ക്വയറിന്റെ ഡെറിവേറ്റീവ്. y1 സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2y1 ഇൻറ്റു y1ന്റെ ഡെറിവേറ്റീവ് y2 എന്ന് വെച്ചാൽ സെക്കൻഡ് ഡെറിവേറ്റീവ് ഇൻറ്റു 1 മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് y1 സ്ക്വയർ ഇൻറ്റു 1 മൈനസ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് മൈനസ് 2x ഈസ് ഈക്വൽ ടു നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ഇരുന്ന എക്സ്പ്രഷനെ നമ്മൾ എം സ്ക്വയർ ഇൻറ്റു 1 മൈനസ് എക്സ് സ്ക്വയർ എന്നുള്ള ഈ എക്സ്പ്രഷന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. സോ എം സ്ക്വയർ ഇൻറ്റു 1ന്റെ ഡെറിവേറ്റീവ് 0, വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് മൈനസ് 2y ഇൻറ്റു y1 എന്ന് പറയുന്നതാണ്. അവിടെ ഓൾറെഡി ഒരു മൈനസ് ഉള്ളത് കൊണ്ടാണ് ഈ മൈനസ് വന്നത്. ഇനി ഇത് ഇപ്പുറത്തോട്ട് കൊണ്ടുവരിക. അപ്പോൾ മൈനസ് പ്ലസ് ആകും. സോ 2y1 y2 ഇൻറ്റു 1 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 2x y1 സ്ക്വയർ പ്ലസ് എം സ്ക്വയർ ഇൻറ്റു 2y y1. തൊട്ട് മുമ്പത്തെ കണക്കിൽ ചെയ്ത് കൂട്ട് തന്നെ 2y1 കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യുക. അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് y2ന്റെ എക്സ്പ്രഷന്റെ കൂടെ വേറെ ഡെറിവേറ്റീവ്സ് ഒന്നും വരരുത് എന്ന രീതിയിലാണ് അത് എക്സ്പ്രഷൻ എഴുതേണ്ടത്. അതിനുവേണ്ടിയാണ് y2ന്റെ കൂടെയുള്ള 2y1 എന്ന് പറയുന്ന ഡെറിവേറ്റീവ് പാർട്ട് കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യുന്നത്. സോ ഡിവൈഡ് ചെയ്യുമ്പോൾ y2 ഇൻറ്റു 1 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് y1, കാരണം 2y1 ക്യാൻസൽ ആയി പോയി, പ്ലസ് എം സ്ക്വയർ y ഈസ് ഈക്വൽ ടു 0. ഇതാണ് നമുക്ക് കിട്ടിയ സെക്കൻഡ് ഡെറിവേറ്റീവിന്റെ എക്സ്പ്രഷൻ. ഇനി നമ്മൾ ഇതിനെ n ടൈംസ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു.
n ടൈംസ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ലെബനീസ് റൂൾ ആണ് യൂസ് ചെയ്യുന്നത്. ലെബനീസ് റൂൾ എന്ന് വെച്ചാൽ യു ആൻഡ് വി രണ്ട് ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആണ്. ഡി റൈസ് ടു n എന്ന് വെച്ചാൽ nth ഡെറിവേറ്റീവ് ഓഫ് യു ഇൻറ്റു വി. യു ഇൻറ്റു വി എന്താണെന്നുള്ളതാണ്. is equal to un എന്ന് വെച്ചാൽ nth ഡെറിവേറ്റീവ് ഓഫ് യു ടൈംസ് വി പ്ലസ് nc1 ഇൻറ്റു n മൈനസ് 1th ഡെറിവേറ്റീവ് ഓഫ് യു ഇൻറ്റു ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് വി പ്ലസ് nc2 ഇൻറ്റു n minus 2th derivative of u times second derivative of v plus etc plus ncn into u into nth derivative of vn. പ്രത്യേകം ഒബ്സർവ് ചെയ്യുക, ഇവിടെ ടോട്ടൽ അതായത് ഡെറിവേറ്റീവ്സിന്റെ രണ്ട് ഫംഗ്ഷന്റെയും ഡെറിവേറ്റീവ്സിനെ സം എടുക്കുമ്പോൾ n കിട്ടണം. ഇവിടെ n മൈനസ് 1th ഡെറിവേറ്റീവ് ആണ് എടുക്കേണ്ടതെങ്കിൽ കൂട്ടുമ്പോൾ n കിട്ടാൻ വേണ്ടി ഇവിടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കും. n മൈനസ് 2th ഡെറിവേറ്റീവ് ആണെങ്കിൽ സെക്കൻഡ് ഡെറിവേറ്റീവ്. അപ്പൊ യുവിന്റെ ഡെറിവേറ്റീവ്സ് കുറഞ്ഞു വരുന്നു, അതിനനുസരിച്ച് വിയുടെ ഡെറിവേറ്റീവ് ഇൻക്രീസ് ചെയ്ത് വരും. ഇതാണ് എക്സ്പ്രഷൻ. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ യുവും വിയും വെച്ചിട്ട് ഇവിടെ കണ്ടുപിടിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇത് വെച്ച് നമ്മൾ ഇക്വേഷൻ നമ്പർ 2ന്റെ അകത്തോട്ട് ഇത് ചെയ്യുന്നു. ഫസ്റ്റ് പാർട്ടിന്റെ അകത്ത് അതായത് ഈ ഭാഗത്തിന്റെ അകത്ത് യു ഇസിക്കൽ ടു y2 എന്ന് എടുക്കുന്നു, വി ഇസിക്കൽ ടു y1 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് എടുക്കുന്നു. അപ്പോൾ അത് വെച്ച് ചെയ്യുമ്പോൾ ആദ്യം ഈ ഭാഗത്തിന്റെ ഡെറിവേറ്റീവ് nth ഡെറിവേറ്റീവ് ഓഫ് y2 into 1 minus x square which implies nth derivative of y2 which is yn plus 2. Already second derivative ഉണ്ട്, n times ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ yn plus 2 എന്ന് കിട്ടും. into v is 1 minus x square plus nc1 into n minus 1th derivative. So y second derivative plus n minus 1 which is n plus 1 എന്ന് കിട്ടും. into 1 minus x square ഡെറിവേറ്റീവ് minus 2x plus nc2 into ഇവിടെ yn plus 1 ആയതുകൊണ്ട് ഇവിടെ yn into 1 minus x square സെക്കൻഡ് ഡെറിവേറ്റീവ് അതായത് 2 minus 2x ഡെറിവേറ്റീവ് which is minus 2. ഇനി വീണ്ടും ഇത് മൈനസ് 2ന്റെ ഡെറിവേറ്റീവ് ആണ് അടുത്ത സ്റ്റേജ് കാണേണ്ടത്. മൈനസ് 2ന്റെ ഡെറിവേറ്റീവ് 0 ആണ്. വീണ്ടും അടുത്ത സ്റ്റേജ് വെച്ച് ചെയ്ത് പോകുമ്പോൾ ആ പാർട്ടെല്ലാം എന്താകും, 0 ആകും. സോ ഇതിന്റെ ഈ ഭാഗത്തിന്റെ n ടൈംസ് ഡിഫറൻഷിയേഷൻ നടത്തുമ്പോൾ ഇത്രയും എക്സ്പ്രഷൻ ആണ് കിട്ടുക. അടുത്തതായി xy1ന്റെ നമ്മൾ ലെബനീസ് റൂൾ വെച്ച് n ടൈംസ് ഡിഫറൻഷിയേറ്റ് ചെയ്തു. അപ്പോൾ അവിടെ u ഇസിക്കൽ ടു y1 v ഇസിക്കൽ ടു x എന്നാണ് കൊടുക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, എപ്പോഴും v ആയിട്ട് കൊടുക്കുന്ന പാർട്ട് എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് 0 ആയി പോകാൻ ചാൻസ് ഉള്ള ഫംഗ്ഷൻസ് ആണ് എപ്പോഴും v ആയിട്ട് ചൂസ് ചെയ്യുന്നത്. അത് പ്രത്യേകം ഒബ്സർവ് ചെയ്യുക. ഇവിടെ ഫസ്റ്റ് കേസിൽ v എന്നുള്ളത് 1 മൈനസ് എക്സ് സ്ക്വയർ ആണ്. അതിനെ 4 തവണ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ആ പാർട്ട് 0 ആയിപ്പോൾ ഡെറിവേറ്റീവ്. ഇവിടെ നമ്മൾ v എന്നുള്ളത് x ആണ് എടുക്കുന്നത്, അതിനെ 2 ടൈംസ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ അത് 0 ആയിപ്പോൾ, അതുകൊണ്ടാണ് അതിനെ x എന്ന് എടുത്തത്. സോ വീണ്ടും ചെയ്യുമ്പോൾ y1ന്റെ മൈനസ് കോമൺ ആയിട്ട് എടുക്കുന്നു. y1ന്റെ nth ഡെറിവേറ്റീവ് yn പ്ലസ് 1 ടൈംസ് v ഇസിക്കൽ ടു x മൈനസ് nc1 ഇൻറ്റു yn പ്ലസ് 1ന് ശേഷം yn ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് ഇസ് 1. അടുത്ത സ്റ്റേജിൽ 1ന്റെ ഡെറിവേറ്റീവ് എടുക്കേണ്ടി വരും, ആ പാർട്ട് 0 ആയിപ്പോവും. സോ ഇത്രയുമേ കിട്ടുള്ളൂ. ഇനി ലാസ്റ്റിൽ എം സ്ക്വയർ വൈയുടെ nth ഡെറിവേറ്റീവ്, എം സ്ക്വയർ കോൺസ്റ്റന്റ് ആണ്. സോ എം സ്ക്വയർ ഇൻറ്റു വൈയുടെ nth ഡെറിവേറ്റീവ് ഈസ് yn ഇസിക്കൽ ടു 0. ഇതാണ് നമുക്ക് കിട്ടുന്ന എക്സ്പ്രഷൻ. സോ നമ്മൾ ജനറൽ nth ഡെറിവേറ്റീവിന്റെ എക്സ്പ്രഷൻ, ഇതിന്റെ ഈ ഇക്വേഷൻ നമ്പർ 2ന്റെ ജനറൽ nth ഡെറിവേറ്റീവിന്റെ എക്സ്പ്രഷൻ നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ അതിനെ കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ yn പ്ലസ് 2 ഇൻറ്റു 1 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 2nx ഇൻറ്റു yn പ്ലസ് 1 മൈനസ് എക്സ് yn പ്ലസ് 1 മൈനസ് n ഇൻറ്റു n മൈനസ് 1 yn മൈനസ് nyn പ്ലസ് എം സ്ക്വയർ yn. നമ്മൾ nc1നും nc2നും ഒക്കെ പകരം അതിന്റെ എക്സ്പ്രഷൻസ് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുമ്പോഴാണ് ഇങ്ങനെ കിട്ടുന്നത്. ഇനി yn പ്ലസ് 2 ഇൻറ്റു 1 മൈനസ് എക്സ് സ്ക്വയർ, ഇവിടെ 2nx yn പ്ലസ് 1ഉം ഇവിടെ എക്സ് yn പ്ലസ് 1ഉം ഉണ്ട്. രണ്ടിന്റെ അകത്തുനിന്നും നമ്മൾ എക്സ് yn പ്ലസ് 1 കോമൺ എടുക്കുമ്പോൾ മൈനസ് ഓഫ് 2n പ്ലസ് 1 എക്സ് yn പ്ലസ് 1 എന്ന് കിട്ടും. ഇവിടെ ഒരു n സ്ക്വയർ ഉണ്ട്, മൈനസ് n സ്ക്വയർ ഉണ്ട്, മൈനസ് n ഇൻറ്റു മൈനസ് 1 ഈസ് പ്ലസ് n. ഇവിടെ ഒരു മൈനസ് n ഉണ്ട്, അത് ക്യാൻസൽ ആയിപ്പോ. സോ ബാക്കി മൈനസ് n സ്ക്വയർ പ്ലസ് m സ്ക്വയർ ഇൻറ്റു yn. സോ വിച്ച് ഈസ് m സ്ക്വയർ മൈനസ് n സ്ക്വയർ ഇൻറ്റു yn എന്ന് കൊടുക്കും. നമ്മൾ x ഈസിക്കൽ ടു 0 സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുമ്പോൾ
yn plus 2 into 1 minus 0 square minus 2n plus 1 into 0 into yn plus 1 plus m square minus n square into yn of 0 is equal to 0 എന്ന് കിട്ടും. ഈ സെക്കൻഡ് ടൈം ക്യാൻസൽ ആയി പോകുന്നു. ഈ എം സ്ക്വയർ മൈനസ് എൻ സ്ക്വയർ ഇൻറ്റു വൈ എൻ സമത്തിന് അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് ഓഫ് എന്നാകും. ആ മൈനസ് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എൻ സ്ക്വയർ മൈനസ് എം സ്ക്വയർ ഇൻറ്റു വൈ എൻ 0 എന്ന് കിട്ടും. സോ വൈ എൻ പ്ലസ് 2 ഓഫ് 0 is equal to എൻ സ്ക്വയർ മൈനസ് എം സ്ക്വയർ ഇൻറ്റു വൈ എൻ 0 എന്ന് കിട്ടും. ഇതിന് ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുക്കുക. ഇനി നമ്മൾ ഓരോന്നിന്റെ വാല്യൂ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. y ഓഫ് 0, വൈയുടെ വാല്യൂ സൈൻ ഓഫ് എം സൈൻ ഇൻവേഴ്സ് 0 ആണ്, എക്സ് ആണ്. എക്സിന് പകരം 0 കൊടുക്കുമ്പോൾ സൈൻ ഓഫ് എം സൈൻ ഇൻവേഴ്സ് 0 എന്ന് കിട്ടും. സൈൻ ഇൻവേഴ്സ് 0 0 ആണ്. സോ സൈൻ ഓഫ് എം ഇൻറ്റു 0 വിച്ച് ഈസ് സൈൻ 0 വിച്ച് ഈസ് 0 എന്ന് കിട്ടും. സോ y ഓഫ് 0യുടെ ആൻസർ 0 ആണ്. അടുത്തതായി y1ന്റെ എക്സ്പ്രഷൻ നമുക്കറിയാം. കോസ് ഓഫ് എം സൈൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു എം ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ആണ്. എക്സിന് പകരം 0 എന്ന് കൊടുക്കുമ്പോൾ y1 ഓഫ് 0 is equal to കോസ് എം സൈൻ ഇൻവേഴ്സ് 0 ഇൻറ്റു എം ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് 0 സ്ക്വയർ. ഇത് സൈൻ ഇൻവേഴ്സ് 0 0 ആയതുകൊണ്ട് ഇത് കോസ് 0 എന്ന് കിട്ടും, ഇൻറ്റു എം എന്ന് കിട്ടും. സോ കോസ് 0 വിച്ച് ഈസ് 1 ഇൻറ്റു എം എന്ന് കിട്ടും. സോ ആൻസർ എന്തെന്ന് കിട്ടും? എം എന്ന് കിട്ടും. സോ y1 0 എം ആണ്. y2 ഓഫ് 0 എന്നുള്ളത് നമുക്ക് ഇത് വെച്ചിട്ട് നമ്മൾ n is equal to 0 നിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയാൽ y2 ഓഫ് 0 is equal to 0 സ്ക്വയർ മൈനസ് എം സ്ക്വയർ ഇൻറ്റു y ഓഫ് 0 എന്ന് കിട്ടും. സോ y2 ഓഫ് 0 is equal to മൈനസ് എം സ്ക്വയർ y ഓഫ് 0 എന്ന് കിട്ടും. y ഓഫ് 0 0 ആയതുകൊണ്ട് ആ പാർട്ട് ക്യാൻസൽ ആയി പോകും. സിമിലർലി y3 ഓഫ് 0 ഇതിന്റെ അകത്ത് n is equal to 1 എന്ന് കൊടുക്കുമ്പോൾ 1 സ്ക്വയർ മൈനസ് എം സ്ക്വയർ ഇൻറ്റു y1 ഓഫ് 0 എന്ന് കിട്ടും. y1 ഓഫ് 0 m ആണ്. സോ 1 സ്ക്വയർ മൈനസ് എം സ്ക്വയർ ഇൻറ്റു എം എന്ന് കിട്ടും. അടുത്ത y4 ഓഫ് 0 is equal to 2 സ്ക്വയർ മൈനസ് എം സ്ക്വയർ ഇൻറ്റു y2 ഓഫ് 0 എന്ന് കിട്ടും. y2 ഓഫ് 0 എന്താണ്? 0 ആണ്. അതുകൊണ്ട് y4 എന്ത് കിട്ടും? 0 കിട്ടും. സോ y ഓഫ് 0യും y2 ഓഫ് 0യും y4 ഓഫ് 0യും y6 ഓഫ് 0യും ഒക്കെ 0 ആണ്. സോ ഓഡ് ടൈംസ് മാത്രമേ സീരീസിന്റെ അകത്ത് കാണുകയുള്ളൂ. സിമിലർലി y5 ഓഫ് 0 ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പം മക്ലോറിൻ സീരീസ് ഇട്ട് കൊടുക്കുന്നു. y is equal to, that is sin of m sin inverse x is equal to y of 0 which is 0 into y1 of 0 divided by 1 factorial into x plus y2 of 0 divided by 2 factorial into x square plus etc. എന്നുള്ള എക്സ്പ്രഷൻ. y of 0 0 ആണ്, y1 of 0 m ആണ്. സോ 0 plus mx plus y2 of 0 0 ആണ്, plus y3 of 0 m into 1 minus m square ആണ്, ഇൻറ്റു എക്സ് ക്യൂബ് ഡിവൈഡ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര എന്ന രൂപത്തിൽ എഴുതുമ്പോൾ ഇതാണ് നമ്മുടെ സീരീസിന്റെ എക്സ്പ്രഷൻ. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് സൈൻ എം തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ഇവിടെ സൈൻ ഓഫ് എം സൈൻ വേഴ്സ് എക്സിന്റെ വാല്യൂ ഉണ്ട്. അപ്പോൾ സൈൻ വേഴ്സ് എക്സിന് നമ്മൾ തീറ്റ എന്ന സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയാൽ സൈൻ എം തീറ്റ എന്നുള്ള എക്സ്പ്രഷന്റെ ഫോമിലാകും ഇത്. സോ സൈൻ വേഴ്സ് എക്സിന് തീറ്റ എന്ന സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുന്നു, വിച്ച് ഇംപ്ലൈസ് എക്സ് ഈസ് ഈക്വൽ ടു സൈൻ തീറ്റ എന്ന് കൊടുക്കും. അപ്പോൾ ഇതിന്റെ റൈറ്റ് സൈഡിൽ എക്സിന്റെ സ്ഥാനത്തല്ല നമുക്ക് സൈൻ തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താം. സോ സൈൻ എം തീറ്റ ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എക്സ്, എക്സ് ഈസ് സൈൻ തീറ്റ, സോ എം സൈൻ തീറ്റ പ്ലസ് എം ഇൻറ്റു 1 മൈനസ് എം സ്ക്വയർ ഇൻറ്റു എക്സ് ക്യൂബ് ഡിവൈഡ് ബൈ 3 ഫാക്ടോറിയൽ, എക്സ് ഈസ് സൈൻ തീറ്റ, സോ സൈൻ തീറ്റ ദ ഹോൾ ക്യൂബ് ഡിവൈഡ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര എന്നുള്ളതാണ് ഇതിന്റെ എക്സ്പ്രഷൻ. അപ്പോൾ നമ്മൾ ചെയ്ത സ്റ്റെപ്പ്, നമ്മൾ ആദ്യം നമ്മുടെ ഫംഗ്ഷന്റെ മക്ലോറിൻ സീരീസ് എക്സ്പാൻഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഫസ്റ്റ് ഡെറിവേറ്റീവ്, സെക്കൻഡ് ഡെറിവേറ്റീവ്, തേർഡ് ഡെറിവേറ്റീവ് ഒക്കെ കണ്ടുപിടിച്ചു അറ്റ് 0. എന്നിട്ട് സീരീസിന്റെ അത് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി. എന്നിട്ട് സൈൻ എം സൈൻ വേഴ്സ് എക്സ് സീരീസ് എക്സ്പാൻഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി സൈൻ വേഴ്സ് എക്സിന് തീറ്റ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി, വിച്ച് ഇംപ്ലൈസ് എക്സ് ഈസ് ഈക്വൽ ടു സൈൻ തീറ്റ എന്ന് കിട്ടും. അത് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുമ്പോൾ ആൻസർ കിട്ടും. ഇതാണ് നമ്മൾ യൂഷ്വലി ചെയ്യുന്നത്. ഇടയ്ക്ക് യൂസ് ചെയ്ത, എക്സ്ട്രാ ആയിട്ട് യൂസ് ചെയ്ത ഒരേ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ലെബനീസ് തിയറം മാത്രമാണ്. ഓക്കെ, താങ്ക് യു.